ഒരുപാട് സ്നേഹത്തോടെ മിനീസ് കിച്ചണിലേക്ക് ഹാർദവമായ സ്വാഗതം. ഇന്ന് നമ്മുടെ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് ഇളനീർ ഇഡ്ഡലിയും കുംഭകോണം കടപ്പ കറിയുമാണ്. നമ്മുടെ നാട്ടിൻപുറങ്ങളിൽ സുലഭമായി കിട്ടുന്ന ഇളനീർ വെച്ച് നല്ല പഞ്ഞു പോലത്തെ ഇഡ്ഡലി തയ്യാറാക്കാം. ഇതിന് കോംബോവായി സ്പെഷ്യൽ കടപ്പ കറിയാണ് തയ്യാറാക്കുന്നത്. ഇതിൻ്റെ ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ കുറുമയേക്കാൾ സ്വാദാണ്. ഉണ്ടാക്കാൻ വളരെ സിമ്പിളായിട്ടുള്ള റെസിപ്പിയാണ് ഇവ രണ്ടും. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ആദ്യമായാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് താഴെ കാണുന്ന ബെൽ ബട്ടൺ കൂടി ഇനേബിൾ ചെയ്യണേ. എന്നാലേ നമ്മളിടുന്ന വീഡിയോസിൻ്റെ തുടർ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്കുടനെ ലഭിക്കുകയുള്ളൂ. ആദ്യം നമുക്ക് ഇളനീർ ഇഡ്ഡലിക്ക് മാവ് തയ്യാറാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. ഇഡ്ഡലിക്ക് അരിയും ഉഴുന്നും എടുക്കുന്ന അളവ് ഓരോരുത്തരുടെ രീതിയും വ്യത്യസ്തമായിരിക്കും. ഞാൻ എപ്പോഴും ഇഡ്ഡലിക്കും ദോശയ്ക്കും എടുക്കുന്ന അളവ് 2:1:1 എന്ന റേഷ്യോയിലാണ്. 2 ഗ്ലാസ് പൊന്നി ബോയിൽഡ് റൈസും 1 ഗ്ലാസ് നല്ല ഇനം പച്ചരിയും 1/2 ഗ്ലാസ് നല്ല ക്വാളിറ്റിയുള്ള ഉഴുന്നുമാണ് എടുക്കാറുള്ളത്. ഉഴുന്ന് എപ്പോഴും പുതിയ ഉഴുന്ന് എടുക്കുക, എന്നാലേ മാവ് നല്ല പോലെ പൊങ്ങി ഫ്ലഫിയായി കിട്ടുകയുള്ളൂ. ഗ്രൈൻഡറിൽ അരയ്ക്കുന്നതിൻ്റെ അളവാണിത്. 1 സ്പൂൺ ഉലുവ കൂടി കുതിർക്കാനിടണം. അരിയും ഉഴുന്നും ഉലുവയും 2-3 പ്രാവശ്യം നല്ലപോലെ കഴുകി വെള്ളമൊഴിച്ച് 6 മുതൽ 8 മണിക്കൂർ കുതിർക്കാനിടാം. ഇനി വേണ്ടത് ഇളനീരാണ്. ഇളനീർ വെട്ടി കാമ്പ് ഒരു പാത്രത്തിലാക്കി ഫ്രിഡ്ജിൽ വയ്ക്കുക. അതുപോലെ ഇളനീർ വെള്ളവും ഒരു പാത്രത്തിലാക്കി അതും ഫ്രിഡ്ജിൽ സൂക്ഷിക്കുക. 4 ഇളനീരിൻ്റെ കാമ്പും വെള്ളവുമാണ് ഇത്. നമ്മൾക്ക് 2 ഇളനീർ മതിയാകും. 6 മണിക്കൂറിന് ശേഷം ഉഴുന്ന് മിക്സിയിലേക്ക് ഇട്ട് കൊടുക്കുക. കൂടെ ഉലുവയും ചേർക്കുക. വെള്ളത്തിനു പകരം നമ്മൾ ഫ്രിഡ്ജിൽ വെച്ച ഇളനീർ വെള്ളമാണ് ഉപയോഗിക്കുന്നത്. ഗ്രൈൻഡറിലാണ് ഉഴുന്ന് അരയ്ക്കുന്നതെങ്കിലും ആദ്യം ഉഴുന്ന് മിക്സിയിലിട്ട് ഒന്ന് അരച്ചതിന് ശേഷം ഗ്രൈൻഡറിലിട്ട് അരയ്ക്കുക. ഏകദേശം 1/2 മണിക്കൂർ എടുക്കും ഉഴുന്ന് അരഞ്ഞ് നല്ല പോലെ ഫ്ലഫിയായി കിട്ടാൻ. കുറേശ്ശെ ഇളനീർ വെള്ളം തെളിച്ച് അരയ്ക്കുക. തണുത്ത ഇളനീർ വെള്ളം ചേർക്കുന്നത് കൊണ്ട് ഉഴുന്ന് നല്ല പോലെ പൊങ്ങി വരും. അരിയും ഉഴുന്നും നിങ്ങൾക്ക് മിക്സിയിലും അരയ്ക്കാം. നല്ല സോഫ്റ്റായി 10 മിനിറ്റ് കൊണ്ട് മിക്സിയിൽ അരച്ചെടുക്കാം. ഒറ്റ സ്ട്രെച്ചിൽ അരയ്ക്കാതെ ഇടയ്ക്കൊന്ന് ഓഫാക്കി 1 മിനിറ്റിന് ശേഷം അരയ്ക്കുക. മിക്സിയിൽ അരയ്ക്കുമ്പോൾ മിക്സി പെട്ടെന്ന് ചൂടാവും. ഇത് ഒഴിവാക്കാനാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇളനീരിൻ്റെ കാമ്പ് ഈ സ്റ്റേജിൽ മിക്സിയിൽ അരച്ച് മാവിൽ ചേർക്കാം, അല്ലെങ്കിൽ രാവിലെ അരച്ചു ചേർത്താൽ മതി. 2 രീതിയിലും ചെയ്യാം. ഉപ്പ് കൂടി ചേർത്തിട്ടാണ് മാവ് അരച്ചത്. ഇനി ഇത് കൈകൊണ്ട് നല്ല പോലെ അടിച്ച് മിക്സ് ചെയ്യുക. ഇനി ഇത് പുളിക്കാൻ 8 മുതൽ 10 മണിക്കൂർ വരെ വയ്ക്കാം. നല്ല ചൂടുകാലമാണെങ്കിൽ 6 മുതൽ 8 മണിക്കൂർ മതിയാകും. രാത്രിയാണ് മാവരച്ച് വയ്ക്കുന്നത്. രാവിലെ നമ്മൾക്ക് ഇഡ്ഡലി ചുടാം. ആദ്യം നമ്മൾക്ക് കറി തയ്യാറാക്കാം. ഇതിന് ഗ്യാസ് കത്തിച്ച് ഒരു കുക്കർ വയ്ക്കുക. കുക്കർ ചൂടാവുമ്പോൾ 1/4 കപ്പ് ചെറുപയർ പരിപ്പ് ഏകദേശം 75 ഗ്രാം കുക്കറിലേക്കിട്ട് സിമ്മിൽ 1 മിനിറ്റ് വറക്കുക. പരിപ്പ് ചൂടായാൽ മാത്രം മതി. ഇനി ഇത് കഴുകിയെടുക്കുക. ചെറുപയർ പരിപ്പിലേക്ക് 2 ഉരുളക്കിഴങ്ങ് ചെറുതായി മുറിച്ചത് ചേർക്കുക. ഉരുളക്കിഴങ്ങ് കഴുകി തോലോടുകൂടി പരിപ്പിൻ്റെ കൂടെ ഇട്ട് വേവിച്ച ശേഷം ഉരുളക്കിഴങ്ങെടുത്ത് തോൽ കളഞ്ഞ് ഉടച്ചും ചേർക്കാം. അല്ലെങ്കിൽ കുക്കറിൽ ഉരുളക്കിഴങ്ങ് നേരത്തെ വേവിച്ച് ഉടച്ചു വെച്ചാലും മതി. നിങ്ങളുടെ സൗകര്യത്തിനും ഇഷ്ടത്തിനും അനുസരിച്ച് ചെയ്യാം. ഇനി പരിപ്പും ഉരുളക്കിഴങ്ങും വേവുവാൻ ആവശ്യമായ വെള്ളം ഒഴിക്കുക. കൂടുതൽ വെള്ളം ഒഴിച്ചാൽ ലിഡിൽ കൂടി പതഞ്ഞ് വെള്ളം പുറത്തു പോവും. കുറവായാൽ അടിപ്പിടിക്കുകയും ചെയ്യും. അതുകൊണ്ട് നമ്മൾ ചേർത്ത കഷ്ണത്തിന് മുകളിൽ വെള്ളം നിൽക്കത്തക്കവണ്ണം വെള്ളം ഒഴിച്ചു കൊടുക്കുക. 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ചേർക്കാം. 3 പച്ചമുളക് മുഴുവനോടെ ഇതിലേക്ക് ചേർക്കുക. പരിപ്പ് വെന്ത് പതഞ്ഞു വരാതിരിക്കാൻ ലേശം വെളിച്ചെണ്ണ കൂടി ചേർത്ത് കൊടുക്കാം. എല്ലാം ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം കുക്കർ മൂടി 3 വിസിൽ വരുന്നത് വരെ വേവിക്കുക. ഇനി ഇത് വെന്തു വരുന്ന സമയം കൊണ്ട് നമ്മൾക്ക് ഒരു അരപ്പ് തയ്യാറാക്കാം. ഒരു മിക്സി ജാറിൽ 3 പച്ചമുളക്, 1 കപ്പ് തേങ്ങ ചിരവിയത്, കശകശ 1/2 സ്പൂൺ വെള്ളത്തിൽ കുതിർത്തത്. പെട്ടെന്ന് അരിയുവാൻ വേണ്ടിയാണ് കശകശ 10 മിനിറ്റ് വെള്ളത്തിൽ കുതിർക്കാനിടുന്നത്. 1 സ്പൂൺ പെരിഞ്ജീരകം, 3 വെളുത്തുള്ളി, 1 തുണ്ട് ഇഞ്ചി, 3 സ്പൂൺ പൊരികടല എന്നിവ കൂടി ചേർക്കുക. ഇനി കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് നല്ലപോലെ നൈസായി അരച്ചെടുക്കുക. അടുത്ത സ്റ്റെപ്പ്, ഗ്യാസ് കത്തിച്ച് ഒരു പാൻ വയ്ക്കുക. പാൻ ചൂടായി വരുമ്പോൾ
2 സ്പൂൺ എണ്ണ ഒഴിക്കുക. എണ്ണ ചൂടായാൽ 1/2 സ്പൂൺ കടുക്, 1 പട്ട, 2 ഗ്രാമ്പൂ, 1 ബ്രിഞ്ചിയില, 1/4 സ്പൂൺ ജീരകം എന്നിവ ചേർത്ത് വഴറ്റുക. ഗ്യാസ് സിമ്മിൽ വെച്ച് 1 സവാള പൊടിയായി അരിഞ്ഞത് ചേർക്കുക. ഇനി ഇത് ഒന്ന് വഴറ്റിയതിനു ശേഷം 1 തണ്ട് കറിവേപ്പില ചേർക്കുക. 1/2 സ്പൂൺ പെരിഞ്ജീരകം കൂടി ചേർത്ത് കൊടുക്കണം. ഒരുപാട് വഴറ്റേണ്ട. സവാള കണ്ണാടി പാകമായാൽ 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കുക. ഇനി ഇതിലേക്ക് 1 തക്കാളി അരിഞ്ഞത് ചേർത്ത് വഴറ്റുക. തക്കാളി നല്ലപോലെ വെന്ത് വരുവാൻ മൂടി വെച്ച് വേവിക്കുക. ഈ സമയം നമ്മുടെ കുക്കറിലെ ആവിയെല്ലാം പോയിട്ടുണ്ടാകും. ഇനി ഇത് മാഷറോ അല്ലെങ്കിൽ തൈര് കടിയുന്ന മത്തോ അല്ലെങ്കിൽ കരണ്ടി കൊണ്ടോ പരിപ്പും ഉരുളക്കിഴങ്ങും ഉടച്ചെടുക്കുക. ഉരുളക്കിഴങ്ങ് മുഴുവൻ നല്ലപോലെ ഉടയ്ക്കേണ്ട. ഇടയ്ക്ക് 1-2 പീസ് ഇരിക്കുന്നതാണ് നല്ലത്. ഇനി ഇതിലേക്ക് നമ്മൾ വഴറ്റിയ സവാള തക്കാളിക്കൂട്ട് ഇട്ട് കൊടുക്കുക. കൂടെ കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. നമ്മൾ അരച്ച തേങ്ങ കൂടി ഇതിലേക്ക് ചേർക്കാം. നമ്മൾ പൊരികടല ചേർത്തത് കൊണ്ട് തിളച്ച് കഴിയുമ്പോൾ പെട്ടെന്ന് കറി കുറുകി കട്ടിയാകും. ഇനി ഇത് നല്ലപോലെ ഒരു 10 മിനിറ്റ് തിളപ്പിക്കുക. കറിക്ക് എത്ര തിക്നെസ് വേണമോ അതിനനുസരിച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുക. കറി വാങ്ങി വെച്ച് കുറച്ച് കഴിയുമ്പോൾ ഒന്നുകൂടി കുറുകി വരും. കറിക്ക് ആവശ്യമായ ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ഈ സമയം നമ്മൾക്ക് ഇഡ്ഡലി ചുട്ടെടുക്കാം. നമ്മൾ ഇളനീർ ഇഡ്ഡലിയാണല്ലോ ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് ഒരു മിക്സി ജാറിൽ കുറച്ച് ഇളനീരിൻ്റെ കാമ്പും അരയ്ക്കാൻ ആവശ്യമായ ഇളനീർ വെള്ളവും കൂടി ഒഴിച്ച് അരയ്ക്കുക. അരച്ച മിശ്രിതം നമ്മൾ തലേന്ന് അരച്ച് വെച്ച മാവിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇഡ്ഡലി മാവ് ലൂസായിട്ടാണ് ഇരിക്കുന്നതെങ്കിൽ ലേശം വെള്ളം ചേർത്ത് അരയ്ക്കുക. നല്ല കട്ടിയിലാണെങ്കിൽ അതിനനുസരിച്ച് വെള്ളം ചേർക്കുക. ഉപ്പ് ചേർക്കുന്നത് ഒന്നുകിൽ അരയ്ക്കുമ്പോൾ ചേർക്കാം, അല്ലെങ്കിൽ മാവ് കലക്കി വെക്കുമ്പോൾ ചേർക്കാം. അതുമല്ലെങ്കിൽ ഇഡ്ഡലി ചുടുന്ന സമയത്ത് ചേർക്കാം. നിങ്ങൾക്ക് എന്താണോ അഭികാമ്യം അതിനനുസരിച്ച് ചെയ്യുക. അടുത്തതായി ഗ്യാസ് കത്തിച്ച് ഇഡ്ഡലി പാത്രം വെക്കുക. ഇഡ്ഡലി പാത്രത്തിൽ കുറച്ച് വെള്ളം ഒഴിച്ച് തിളപ്പിക്കാൻ വെക്കാം. വെള്ളം തിളച്ചതിന് ശേഷം മാത്രം ഇഡ്ഡലി പാർന്നു വെക്കുക. സോഫ്റ്റ് ഇഡ്ഡലി കിട്ടാനുള്ള ഒരു ടിപ്പാണിത്. ഇഡ്ഡലി പ്ലേറ്റിൽ എണ്ണ പുരട്ടിയോ അല്ലെങ്കിൽ തുണി നനച്ചത് വിരിച്ചോ ഇഡ്ഡലി മാവ് ഒഴിക്കാം. ഇനി ഇത് ഇഡ്ഡലി പാത്രത്തിലേക്ക് വെച്ചു കൊടുക്കാം. 10 മിനിറ്റ് വേവിക്കുക. ഇഡ്ഡലി വെന്തോ എന്നറിയാൻ കയ്യിൽ വെള്ളം തൊട്ട് ഇങ്ങനെ തൊട്ട് നോക്കിയാൽ കയ്യിൽ ഒട്ടിപ്പിടിക്കുന്നില്ലെങ്കിൽ മനസ്സിലാക്കാം ഇഡ്ഡലി പാകത്തിന് വെന്ത് വന്നിട്ടുണ്ടെന്ന്. ഇനി ഇതിലേക്ക് ലേശം വെള്ളം തളിച്ച് ഇഡ്ഡലികൾ ഓരോന്നായി തുണിയിൽ നിന്ന് എടുക്കുക. ഇങ്ങനെ എല്ലാ ഇഡ്ഡലിയും പ്ലേറ്റിലേക്ക് എടുത്തു വയ്ക്കാം. നമ്മുടെ കറി നല്ലപോലെ തിളച്ച് കുറുകി വന്നിട്ടുണ്ട്. കുറച്ച് മല്ലിയില തൂവി വാങ്ങി വയ്ക്കാം. ഇനി നമുക്ക് ഇഡ്ഡലി സെർവ് ചെയ്യാം. ഇഡ്ഡലിയും ഒരു കപ്പിൽ കടപ്പാ കറിയും വെച്ച് സെർവ് ചെയ്യുക. ഇഡ്ഡലിയുടെ മുകളിൽ കറി ഒഴിച്ചും കഴിക്കാം. നല്ല സോഫ്റ്റ് ഇളനീർ ഇഡ്ഡലി റെഡി. തമിഴ്നാട്ടിൽ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഒരു കല്യാണത്തിന് പോയപ്പോഴാണ് ആദ്യമായി ഇത് കഴിച്ചത്. നല്ല സോഫ്റ്റ് ടേസ്റ്റി ഇളനീർ ഇഡ്ഡലി നിങ്ങൾക്ക് ഇനി ഈസിയായി ഉണ്ടാക്കാം. ഈ ഇഡ്ഡലിയുടെ കൂടെ സാമ്പാറോ ചട്നിയോ നല്ല വറുത്തരച്ച മുളക് സമന്തിയോ കൂട്ടി കഴിക്കാം. ഇനി ഈ മാവ് വെച്ച് ദോശയും ചുട്ടെടുക്കാം. കുറച്ച് നെയ്യൊക്കെ ഒഴിച്ച് മൊരിച്ച് ദോശ ചുടാം. മൂടി വെച്ച് ഒരു സൈഡ് വേവിച്ചാൽ മതി. ദോശയ്ക്കും പ്രത്യേക ടേസ്റ്റാണ്. ഈ റെസിപ്പി ഒരിക്കലെങ്കിലും ഉണ്ടാക്കി നോക്കണേ. ഈ റെസിപ്പി ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഷെയർ ചെയ്യാനും മറക്കരുതേ. കൂടാതെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ. വീണ്ടും മറ്റൊരു കിടിലൻ വിഭവവുമായി കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് സപ്പോർട്ടിങ്.